Hello everyone, I am Shruti from Atmaya International Academy. And I'm Sharanya from Atmaya International Academy. From OIT എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്തു, ഡേറ്റ് ഒക്കെ എടുത്തു. എങ്ങനെയൊക്കെയായെന്ന് പറഞ്ഞാലും എക്സാമിന്റെ തൊട്ട് തലേ ദിവസം ഒന്ന് തീർന്നു കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂടുതൽ കുട്ടികൾക്ക്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ദിവസത്തെ ഒന്ന് മാനേജ് ചെയ്യാമെന്ന് നോക്കാം അല്ലേ? യെസ്, OIT എക്സാം എടുക്കുമ്പം ലാസ്റ്റ് ടൈമിൽ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ OIT എക്സാമിനെ ഫേസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ബി കോൺഫിഡൻറ്റ്. നമ്മൾ എന്തായാലും എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ വളരെയധികം നമ്മളെ തന്നെ ഒന്ന് പ്രിപ്പയർഡ് ആക്കിയിട്ടാണ് ഈ എക്സാം ഡേറ്റ് എടുത്തിട്ടുള്ളത്. സോ പിന്നെ ഇനി നമ്മളെ ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ നമ്മൾ ആ ഒരു സമയത്ത് സ്ട്രെസ്ഡ് ആവാതിരിക്കുക. അതായത് എനിക്കിത് പറ്റും, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വന്ന ശേഷമാണല്ലോ നമ്മളൊരു എക്സാം ഡേറ്റ് എടുത്തിട്ടുണ്ടാവുക. സോ ആ ഒരു മൈൻഡ്, നിങ്ങളുടെ മൈൻഡിലേയും കൂടെ അത് പഠിപ്പിച്ചു കൊടുക്കുക. എനിക്കിത് പറ്റും, അങ്ങനെ തന്നെ വിചാരിക്കുക. അതുപോലെ ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അല്ലേ? ടെൻഷൻ അടിച്ചു പോകും നമ്മൾ. അപ്പോൾ എങ്ങനെ അത് മാറ്റുക, നമ്മൾ നാളെ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അവിടെ എത്തുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ തന്നെ നിങ്ങളുടെ പകുതി ടെൻഷൻസ് പോകും. അപ്പോൾ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം സെന്ററിലോട്ട് നിങ്ങൾ എങ്ങനെയാണ് എത്തുന്നത്, നിങ്ങൾക്ക് നേരത്തെ തന്നെ അവിടെ എത്താൻ പറ്റുമോ, അങ്ങനെ. അതായത് നിങ്ങൾ പോകാൻ നിങ്ങൾ ആരുടെ കൂടെയാണ് പോകുന്നത്, നിങ്ങളുടെ വണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണി എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ എക്സാം എൻവയോൺമെന്റിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം എപ്പോഴാണ്, നിങ്ങൾ അവിടെ ഏത് ടൈമിലാണ് എത്തിച്ചേരേണ്ടത്, രജിസ്ട്രേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നതിനൊക്കെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുക. അതുപോലെ തന്നെ ആ എക്സാം സെന്ററിൽ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ എങ്ങനെയായിരിക്കും അവിടെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏത് ഡേയിലാണ് നിങ്ങളുടെ ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ എക്സാം സെന്ററിനെ കുറിച്ച് ഓൾറെഡി പ്രീവിയസ്ലി നിങ്ങളുടെ ഫ്രണ്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ സോ അവരോടൊക്കെ ചോദിച്ച് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചു, എല്ലാം ഓക്കെയാണ്, ഇപ്പം നമുക്ക് ടെൻഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നാലും എക്സാമിന്റെ തലേ ദിവസം നമ്മൾ പഠിക്കാതിരുന്നാൽ നമുക്ക് എങ്ങനെയാ അല്ലേ, നമുക്ക് ഭയങ്കരമായിട്ടൊരു ഗിൽറ്റ് ഒക്കെ തോന്നും. അപ്പോൾ പഠിക്കണം. അപ്പം എങ്ങനെയാണ് പഠിക്കുക, അതായത് നമ്മൾ ആ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക ആ തലേ ദിവസം എന്നൊന്ന് നോക്കാം. OIT മൊഡ്യൂള് പുതിയതായിട്ട് ഒന്നും ശ്രമിക്കാണ്ട് ജസ്റ്റ് OIT പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഈ ഒരു ടൈം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഓരോ മൊഡ്യൂളും, അതായത് നിങ്ങൾ ഓറിയന്റേഷൻ ക്ലാസ്സിൽ ചെന്ന് തുടങ്ങിയ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജീസ് എങ്ങനെയാണ്, ഓരോ ഡിഫറെൻറ്റ് സെറ്റിങ്ങിൽ സ്പീക്കിംഗ് അല്ലെങ്കിൽ റൈറ്റിംഗ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അതുപോലെ റൈറ്റിംഗിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പങ്ക്ച്വേഷൻസ് എങ്ങനെയാണ്, അതുപോലെ നിങ്ങൾ ഓരോ മൊഡ്യൂളിലും നിങ്ങൾ യൂസ് ചെയ്യേണ്ട കുറേ സ്ട്രാറ്റജീസ്, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള സ്ട്രാറ്റജീസ്, ടിപ്സ്, ട്രിക്സ് ഇതെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ, നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാനായിട്ടാണ് ഈ സമയം നമ്മൾ ഉപയോഗിക്കേണ്ടത്. OITയുടെ തലേ ദിവസം ഇരുന്നിട്ട് ഞാനൊരു പുതിയ റീഡിംഗ് മെറ്റീരിയൽ ചെയ്യാം അല്ലെങ്കിൽ പുതിയ ലിസണിങ് മെറ്റീരിയൽ ചെയ്യാം എന്ന് ചിന്തിക്കാണ്ട് ജസ്റ്റ് ലിസണിങ്ങിൻ്റെ ഓഡിയോസ് ഒക്കെ കേൾക്കുക. റീഡിംഗ് ആണെങ്കിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള സിനോണിംസ്, ഫ്രേസസ് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇനി റൈറ്റിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പുതിയൊരു ലെറ്റർ എഴുതാമെന്ന് ചിന്തിക്കാണ്ട് ജസ്റ്റ് നിങ്ങൾ എഴുതിയ കറക്റ്റഡ് ലെറ്റേഴ്സ് എല്ലാം വായിച്ചു നോക്കുക. അതിൻ്റെ വേ ഓഫ് റൈറ്റിംഗ്, അതിൻ്റെ ക്രൈറ്റീരിയ, പങ്ക്ച്വേഷൻ കാര്യങ്ങൾ, സോ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. സ്പീക്കിംഗ് ആണെങ്കിൽ തന്നെ യൂട്യൂബിൽ നമുക്ക് ഒരുപാട് സ്പീക്കിങ്ങിൻ്റെ ഓഡിയോ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. സോ അതൊക്കെ കാണുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ഡേ നിങ്ങൾ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. OITയുടെ ടെസ്റ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് ആ ഒരു ദിവസത്തിൻ്റെ കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ചോ. എന്നിരുന്നാലും ടൈം ഇനി റിമൈനിങ് ബാക്കിയാണ്. സോ ആ ഒരു റിമൈനിങ് ടൈം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രയർ. അതായത് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ, അതുപോലെ നമ്മുടെ എക്സാം, നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻസ് ഇതെല്ലാം നമ്മളൊരു സുപ്രീം പവറിന് മുമ്പിൽ പറയാ എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പ്രയറിന് പോലെ വേറൊരു വഴിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയർ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളുടെ പേടികളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദെൻ ഫുഡ് കഴിക്കുക. ആവശ്യത്തിന് എന്താ പറയുക, എനർജൈസിങ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക. അതുപോലെ ആ എക്സാമിന്റെ തലേ ദിവസം പോയിട്ട് പ്രത്യേകം എന്താ പറയുക ഭക്ഷണ പരീക്ഷണങ്ങളിലേക്കൊന്നും കടക്കാതിരിക്കുക. കാരണം ആ തലേ ദിവസം കഴിയുന്ന ഏതെങ്കിലും ഒരു ഫുഡ് നമുക്ക് ശരിയായില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പിറ്റേ ദിവസവും അതുകൊണ്ട് നഷ്ടമായി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ റിസ്കുകളൊന്നും തൽക്കാലം ആ ഒരു ദിവസത്തേക്ക് ഒഴിവാക്കിയേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആഡക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് എടുക്കുക. ഇപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇൻ ബിറ്റ്വീൻ നാപ്പുകളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ നിങ്ങൾ തലേ ദിവസത്തെ ഉറക്കം നിങ്ങൾ ഉറപ്പായിട്ടും ഒരു 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഉറപ്പാക്കണം. കാരണം നമ്മൾ അത്രത്തോളം റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ വളരെ റിഫ്രഷ്ഡ് ആയിട്ട് ചെന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു ഫുൾ എനർജിയോട് കൂടി നമുക്ക് എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, എക്സാം ബാക്ക് പാക്കിംഗ്. എക്സാമിന് പോകുമ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകണം, എന്തൊക്കെ സാധനങ്ങളാണ് എടുത്ത് വെക്കേണ്ടത് എന്നെല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡൗട്ട് വരുന്നൊരു സിറ്റുവേഷനാണ്.
ഫസ്റ്റ് വൺ പാസ്പോർട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളവിടെ കൊടുക്കുന്ന ഒരു ID പ്രൂഫാണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. വാലിഡ് ആയിട്ടുള്ളത് നമ്മുടെ പാസ്പോർട്ട് മാത്രമാണ്. നമ്മുടെ വോട്ടർ ID അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, അതൊന്നും അവിടെ അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പ്രൂഫായിട്ട് അവരെടുക്കാറില്ല. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളൊരു കാര്യമാണ് ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണോ എന്നൊക്കെ ഉള്ളത്. ഹോൾ ടിക്കറ്റ് വളരെയധികം ഓപ്ഷണലാണ് കേട്ടോ. കാരണം ചില എക്സാം സെൻറ്റേഴ്സ് ഹോൾ ടിക്കറ്റ് ചോദിക്കുന്നുണ്ട്, ചിലടത്ത് ചോദിക്കുന്നില്ല. അപ്പം എനിവേ നമ്മൾ എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഇത് കരുതിയിരിക്കുക. ചോദിക്കാതെ കൊടുക്കാം, ഇല്ലെന്ന് വെച്ചാൽ കുഴപ്പമില്ലല്ലോ. എക്സാമിന് രാവിലെ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ഹെവി അല്ല, ബട്ട് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുക. ദെൻ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈമിന് മുമ്പ് ഒരു 1/2 hour 1 hour മുമ്പ് നിങ്ങളുടെ എക്സാം സെൻറ്ററിലോട്ട് നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നോക്കുക. ഫോർ എക്സാമ്പിൾ 8:30 ആണ് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം എങ്കിൽ ഒരു 7:30 8 o'clock ആകുമ്പോൾ അവിടെ റീച്ച് ചെയ്യുക. കാരണം പോകുന്ന വഴിക്ക് ട്രാഫിക് ഒക്കെ ആണെങ്കിൽ അവിടെ ഒരു ടൈം വേരിയേഷൻ വരും. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് ആ ഒരു എക്സാം എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടൈം കിട്ടും. സോ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ആ ട്രാവൽ ചെയ്യുന്ന സമയം അല്ലേ, അതായത് ഓൺ ദ ഡേ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആ സമയം വെറുതെ കളയുവാണോ നമ്മളെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തോന്നാം. കാരണം നമ്മൾ ഭയങ്കര ഒരു ഡൗട്ട്ഫുൾ ആയിരിക്കും നമ്മളെക്കുറിച്ച് തന്നെ. അപ്പോൾ ആ സമയം എങ്ങനെ ഉപയോഗപ്രദമായിട്ട് യൂസ് ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആ സമയത്തിരുന്ന് ഒരു ലിസണിങ് മൊഡ്യൂൾ ചെയ്ത് തീർക്കാനോ ഒന്നും ചെയ്യാനോ അങ്ങനെയല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷെ നമ്മളൊരു ലിസണിങ് ഓഡിയോ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ വെച്ച് എത്രത്തോളം ഉത്തരങ്ങൾ ചെയ്യാം എന്നുള്ളതൊന്നും അല്ല. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലിസണിങ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമുക്ക് ആദ്യം എക്സാമിന് ചെല്ലുമ്പോൾ കിട്ടുക. അപ്പോൾ ആ ഒരു മൊഡ്യൂളുമായിട്ടുള്ള ഒരു അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഡിയോ ജസ്റ്റ് കേട്ട് നോക്കുക. അപ്പം ഓരോ പാർട്ടുകളായിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ജസ്റ്റ് ഒന്ന് കേൾക്കുക. അതായത് ആ കേൾക്കുന്ന ഓഡിയോ നിങ്ങൾക്ക് എന്താ പറയുക ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വെറുതെ റഫായിട്ട് ഒരു ഓഡിയോ ലിസൺ ചെയ്തേക്കുക. അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പോഡ്കാസ്റ്റുകളോ അല്ലാത്ത ടോക്സോ ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളൊരു OET ഓഡിയോ തന്നെ കേൾക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ എക്സാം സെൻറ്ററിലോട്ട് റീച്ച് ആയി, അതിനുശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. സോ നിങ്ങൾ അവിടെ റീച്ച് ആയി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ അവർ വെൽക്കം ചെയ്യും. അതിനുശേഷം അവർ തന്നെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. നിങ്ങളുടെ ഫോണോ വാച്ച് തുടങ്ങിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം നിങ്ങളുടെ ബാഗിൽ വെച്ചതിന് ശേഷം അവരൊരു ക്ലോക്ക് റൂമിലോട്ട് നിങ്ങളെ കൊണ്ടുപോകും. ദെൻ അവിടെ നമ്മൾ ബാഗ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഓപ്പൺ ഹാളിലോട്ടാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. അതിനുശേഷം അവർ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തരും. അതൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ദെൻ നിങ്ങൾ നിങ്ങളുടെ എക്സാം ഹാളിലോട്ട് അവർ തന്നെ ഗൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് വൺസ് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കണ്ടെത്തി, നിങ്ങൾക്ക് ഇരിക്കേണ്ട സീറ്റൊക്കെ കണ്ടുപിടിച്ച് തന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ ഇരിക്കുന്ന സീറ്റിംഗ് ഒക്കെ ഓക്കെ ആണോ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ, നിങ്ങളുടെ ചെയേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നിങ്ങളുടെ ടേബിൾ മൂവ് ചെയ്യുന്നതാണോ, നിങ്ങൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഷേക്ക് ആവോ, എന്തെങ്കിലും ഡിസ്കംഫർട്ട് തോന്നോ. കാരണം നിങ്ങൾ ഇനിയുള്ളൊരു 3 മണിക്കൂറോളം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതാണ്. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, അതായത് വെന്റിലേഷൻ, ഫാന്, അതിന് കാറ്റുണ്ടോ. അതായത് നിങ്ങൾക്ക് അവിടെ ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്റ്റേണലി ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവരുത്. അപ്പം അത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യും. അങ്ങനെ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിംഗ് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും അവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ആളുകളുണ്ടാവും, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ആ ഒരു സീറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കംഫർട്ടായി. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഫസ്റ്റ് നമ്മുടെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ലിസണിങ് ആണ്. സോ ആ ഒരു ഹെഡ്സെറ്റ് നിങ്ങൾ വെച്ചിട്ട് കേൾക്കുക. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു ഓഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അത് ക്ലിയർ ആയിട്ട് കേൾക്കുക. സൗണ്ടൊക്കെ ഓക്കെ ആണോ, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റേസ് ചെയ്തിട്ട് അവരെ അറിയിക്കാവുന്നതാണ്. സോ അവർ വന്ന് നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡ്സെറ്റ് എല്ലാം ഒന്ന് നല്ല രീതിക്ക് അവർ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും ഡ്യൂറിങ് ദി ടൈം ഓഫ് എക്സാം. ഫസ്റ്റ് വൺ, അബൈഡ് ബൈ ഇൻസ്ട്രക്ഷൻസ്. അതായത് നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർലോക്യൂട്ടർ തരുന്നതാണ്. സോ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിലിരിക്കുന്ന ആൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ പോലെ ഞാനും ചെയ്യട്ടെ എന്ന് ചിന്തിക്കാണ്ട് ജസ്റ്റ് നിങ്ങൾ കൂളായിട്ട് നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആക്കിക്കൊണ്ട് തന്നെ അവിടെ ഇരിക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങളുടെ ഇൻ്റർലോക്യൂട്ടർ തരും. അത് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നിങ്ങളവിടെ എക്സാം ടൈമിൽ ചെന്ന് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് നിങ്ങളുടെ ഓൺലി ഗൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം. അപ്പുറത്തോ ഇപ്പുറത്തോ എന്താ നടക്കുന്നത്, നമുക്ക് ടെൻഡൻസീസ് ഉണ്ടാവും. അപ്പുറത്തിരിക്കുന്ന ആളെ പെൻസിലെടുത്ത് ഷാർപ്പൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ തരുന്ന ഒരു ക്വസ്റ്റ്യൻ ബുക്കിലേക്ക് നമുക്ക് തന്നു കഴിയുമ്പോൾ അത് ഓപ്പൺ ചെയ്തതോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമായിരിക്കും. പക്ഷേ അതല്ല നമ്മളുടെ ഗൈഡ്. എപ്പോഴും നമ്മൾ അതിലൊന്നും ബോധേഡ് ആവാൻ പാടില്ല. നമുക്ക് ഇങ്ങനൊരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടോ, അതുപോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ബുക്കിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ച്
ആ ബുക്ക്ലെറ്റിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് അവർ ഓരോ പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അതിനനുസരിച്ച് മാത്രം ചെയ്താൽ മതി. അപ്പുറത്തോ ഇപ്പുറത്തോ ഇരിക്കുന്ന ഒരാൾ ചെയ്ത് റിവ്യൂ ഞാൻ എന്താ ചെയ്യാത്തേ ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ആ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് അനുസരിക്കുക എന്ന് പറയുന്ന ഒരു ഒറ്റ ഉത്തരവാദിത്തമുള്ളൂ എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. കാരണം നമ്മൾ ആവശ്യമില്ലാതെ ഒരു മാൽ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോഴായിരിക്കും അവരത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നമ്മളൊരു മാൽ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. നമ്മൾ അവിടെ ചെന്നിട്ടൊരു ഡിസ്ക്വാളിഫൈഡ് ആവുക എന്ന് പറയുന്നത് അത് ഭയങ്കര അതിലും മോശപ്പെട്ട ഒരു കാര്യം സംഭവിക്കാനില്ല അല്ലേ? അതെ. അതുപോലെ തന്നെ നമ്മുടെ ലിസണിങ് ആ ഒരു മൊഡ്യൂളിൻ്റെ ടൈമിൽ തുടങ്ങി ഒരു ഹാഫ് ആയി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഹെഡ്സെറ്റിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം തോന്നുവാണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് അവിടുത്തെ ഇൻ്റർലോക്യൂട്ടറിനെ അറിയിക്കുക. സോ അവർ പിന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എവിടെ വെച്ചാണ് ആ ഒരു വോയിസ് കട്ടായത് അവിടെ തൊട്ട് നിങ്ങൾക്ക് അതൊരു റിപ്ലൈ ആയിട്ടുണ്ടെങ്കിൽ അവർ റിപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. സോ അങ്ങനെ നമ്മുടെ ലിസണിങ് മൊഡ്യൂൾ കഴിയും. അതിനുശേഷം പിന്നെ റീഡിങ്. ഓക്കെ, റീഡിങ്ങിന് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, തരുന്ന മെറ്റീരിയലിൽ നമുക്ക് എന്തെങ്കിലും പോയിന്റ്സ് എഴുതി വെക്കാവോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യാവോ എന്നുള്ളതൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആൻസർ കീയിലോട്ട് ഹിൻഡ് ചെയ്യുന്ന തരത്തിലുള്ള വേർഡ്സുകൾ അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹെഡിങ്സ് ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിലൊക്കെ എഴുതി വെക്കാം. അതൊക്കെ നിങ്ങൾക്ക് അലൗഡ് ആണ്. എന്നിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രെയർ അല്ലെങ്കിൽ റിക്വസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആ ഒരു മെറ്റീരിയൽ എഴുതാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതൊക്കെ ഒരു മാൽ പ്രാക്ടീസ് ആണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബബിൾസ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പം ചിലപ്പോൾ നമുക്കൊരു ഡൗട്ടൊക്കെ തോന്നി നമ്മൾ വെറുതെ വിട്ടു പോകണ്ട എന്നുള്ളൊരു ഇതിൽ നമ്മൾ അവിടെ ചെറിയൊരു കുത്തിട്ടിട്ടോ അല്ലെങ്കിൽ പകുതി മാത്രം കറുപ്പിച്ചിട്ടോ ഒക്കെ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാനൊക്കെയുള്ളൊരു ടെൻഡൻസി ഉണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമുക്ക് തോന്നുന്ന ഉത്തരമാണെന്ന് തോന്നുന്ന ആ ഒരു ഓപ്ഷൻ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പിന്നെ സമയം കിട്ടുവാണ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഉത്തരം എഴുതാം എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് നമ്മൾ ആദ്യം ബബിൾ ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് നീറ്റായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് രണ്ടാമത് കിട്ടിയ ഉത്തരം ഏതാണോ അത് നിങ്ങൾക്ക് ബബിൾ ചെയ്യാവുന്നതാണ്. ഒരിക്കലും പാർഷ്യലി ബബിൾ ചെയ്തിട്ട് നമ്മളുടെ സ്കോർസ് നമ്മൾ കളയരുത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് ഇവാലുവേഷൻ അറിയാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇനി റൈറ്റിംഗ് ആണ്. സോ റൈറ്റിങ്ങിൻ്റെ സമയത്ത് ഫസ്റ്റ് ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് റീഡ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. സോ നിങ്ങളുടെ കേസ് നോട്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ പെൻസിൽ, പേന, ഇറേസർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയ്യിൽ വെക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. അതൊരു മാൽ പ്രാക്ടീസ് ആണ്. പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല, നിങ്ങൾ എക്സാമിൽ നിന്ന് അവർ ഡിബാർ ചെയ്യും. സോ തരുന്ന 5 മിനിറ്റ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആ സമയത്ത് ജസ്റ്റ് വായിക്കുക മാത്രം ചെയ്യുക. ആ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കേസ് നോട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കണമെങ്കിൽ ചെയ്യാം. ഇനി ഒരു പേഷ്യൻ്റെ ജെൻഡർ മനസ്സിലാക്കി അതൊക്കെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു 5 മിനിറ്റ്സിന് ശേഷം നിങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിരുന്നാൽ പോലും ആ ഒരു എക്സാം എഴുതുന്ന അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുക. ഏത് വേയിൽ എഴുതണം, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾ റെഡി ആയതിനു ശേഷം മാത്രം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾ ഒരു 5 മിനിറ്റ് റീഡിംഗ് ടൈം കഴിഞ്ഞു, ഓക്കെ എനിക്കൊന്നും മനസ്സിലായില്ല, എന്നിരുന്നാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, എഴുതി തുടങ്ങി. പകുതി എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇത് തോന്നുന്നത്, ഓ ഇങ്ങനെയല്ല ഞാൻ എഴുതേണ്ടത് അല്ലെങ്കിൽ വേറെ രീതിയിലാണ് എഴുതേണ്ടത്. സോ നിങ്ങൾ വീണ്ടും അവിടെ അത് മായിച്ചിട്ട് പിന്നെ ആദ്യം തൊട്ട് എഴുതി തുടങ്ങേണ്ടി വരും. അത് നിങ്ങളുടെ ആ ഒരു ടൈം അവിടെ വേസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. സോ ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് വായിക്കാം. അതിനാരും നിങ്ങളെ തടയുന്നതല്ല. വായിച്ച് മനസ്സിലാക്കി നല്ലൊരു രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ 3 മോഡ്യൂൾസും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് കിട്ടും. അതായത് നമുക്ക് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങാം. നിങ്ങൾക്ക് ഫ്രഷ് ആവാനോ വെള്ളം കുടിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അതായത് ടെസ്റ്റ് സെൻറ്റേഴ്സിലും അവർ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സമയമാണത്. നമുക്ക് ഫുഡൊക്കെ കഴിക്കാം, ഒന്ന് റിഫ്രഷ്ഡ് ആവുക. വീണ്ടും നിങ്ങൾ പോയിരിക്കേണ്ടത് നിങ്ങൾ ആദ്യം എക്സാമിന് മുമ്പ് ഇരുന്ന ആ ഒരു കോമൺ ഹാളിലേക്കാണ്. ആൻഡ് ഈ സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ എക്സാം എഴുതിയ പലരും നിങ്ങളായിട്ട് വന്ന് പരിചയപ്പെടും. വീണ്ടും ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ചവരൊക്കെ ആ കൂട്ടത്തിൽ കാണും. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് എക്സാം ഡിസ്കസ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ഇനിയും ഒരു മൊഡ്യൂൾ കൂടി തീർക്കാനുണ്ട്. നമ്മളുടെ കോൺഫിഡൻസിനെ ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. എത്രത്തോളം നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്ന് പറഞ്ഞാലും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ ബാധിക്കും. അതായത് നമ്മൾ എഴുതിയ ഒരു റൈറ്റിംഗ് അതിൻ്റെ സെറ്റിങ് മാറിപ്പോയോ അല്ലെങ്കിൽ പ്രയോറിറ്റീസ് മാറിപ്പോയോ ഇതെല്ലാം നമ്മൾ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടും. അപ്പോൾ എന്നിട്ട് അങ്ങനത്തെ ഡിസ്കഷൻസിനൊന്നും പോകരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്യാൻഡിഡേറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും ഒന്നും അവിടെ അത്ര എൻകറേജ്ഡ് ആയിരിക്കില്ല. ചില സമയത്ത് അതും മാൽ പ്രാക്ടീസസ് ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്?
ഓക്കെ, വീണ്ടും നിങ്ങൾക്ക് ആ ഒരു ഹോളിൽ വീണ്ടും ഒരു റീവെരിഫിക്കേഷൻ ഉണ്ട് നിങ്ങളുടെ സ്പീക്കിംഗ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവർ തന്നെ നിങ്ങളെ ആ ഒരു സ്പീക്കിംഗ് റൂമിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർലോക്യൂട്ടറിൻ്റെ അടുത്തോട്ട് അവർ തന്നെ ഗൈഡ് ചെയ്യുന്നതാണ്. ആ സമയത്തും ബി ഒബീഡിയൻറ്റ്. നമ്മൾ നമ്മുടേതായ ആ ഒരു മാനേഴ്സ് അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു സ്പീക്കിംഗ് മൊഡ്യൂൾ നിങ്ങൾക്ക് അവിടെ ഫിനിഷ് ആവും. അതിനുശേഷം പുറത്തോട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരുടെ പഴയ ആ ഒരു ക്ലോക്ക് റൂമിലോട്ടായിരിക്കും നിങ്ങൾ അവരെ ഗൈഡ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗ് കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാം സെൻറ്ററിൻ്റെ പുറത്തോട്ട് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളെ തീർച്ചയായിട്ടും ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് പോയി എക്സാംസ് ഒക്കെ ഫേസ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ആശംസിക്കുന്നു.